ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ പത്തിരിയാണ്. ഈ പത്തിരി നമ്മൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പത്തിരി നല്ല സോഫ്റ്റ് ആണ്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഈ പത്തിരി സോഫ്റ്റ് ആയിട്ട് തന്നെ വെക്കാം. അപ്പോൾ എത്ര ദിവസം എന്ന് പറയുന്നത് നമ്മൾ പത്തിരിയൊക്കെ പരത്തി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെ നമുക്ക് നോമ്പിനൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ എത്ര ദിവസം വേണമെങ്കിലും ഇതുപോലെ പത്തിരി ഉണ്ടാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഹാർഡായി പോകുന്നുള്ള പേടി വേണ്ട. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ രാവിലത്തെ ഫങ്ഷൻസ് ഉണ്ടാവും, കുട്ടികളുടെ പേരിടൽ, അതുപോലെ ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പം അതിന് രാത്രി തന്നെ പത്തിരി ഉണ്ടാക്കി വെക്കും. ചില അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയാൽ പത്തിരി രാവിലെ ആകുമ്പോഴത്തേനും ഹാർഡായി പോകും. അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് അരിപ്പൊടി ഉണ്ടാക്കുന്നത്. അരിയൊക്കെ പൊടിച്ചുണ്ടാക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുക ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ആ പത്തിരിപ്പൊടി യൂസ് ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനത്തെ പൊടിയാണെന്ന് നമുക്കറിയില്ല. ഹാർഡായി പോകുന്നതാണോ അതോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണോ നമുക്കറിയില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇവിടെയൊക്കെ പത്തിരി ഉണ്ടാക്കൽ. അപ്പം അങ്ങനെ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പത്തിരി എന്തായാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഏത് പൊടിയാണെങ്കിലും സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം ഇതിലേക്ക് ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് അരിപ്പൊടി കൊണ്ടും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഉണ്ടാക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പൊടി വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ പത്തിരിപ്പൊടി വെച്ചിട്ട് ഇതിന് മുൻപും ഞങ്ങൾ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊടിയുടെ കറക്റ്റായിട്ടുള്ള അളവ് അറിയാം. അപ്പോൾ അതുകൊണ്ട് 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഒരു പൊടി വാങ്ങിച്ചിട്ട് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിൽ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് അതിൽ നിന്നൊരു 3/4 കപ്പ് വെള്ളം എടുത്ത് മാറ്റി വെക്കുക. തിളച്ച് വരുന്ന സമയത്ത് 3/4 കപ്പ് വെള്ളം എടുത്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ മാറ്റി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് പത്തിരി ഉണ്ടാക്കുന്നത് 10th പഠിക്കുമ്പോഴാണ് കേട്ടോ. ആദ്യമായിട്ട് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഉപ്പിടാൻ മറന്നുപോയി. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഉപ്പിടാൻ മറന്നിട്ടില്ല. അപ്പം ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടി വേണം. അപ്പം ഞാനിവിടെ 1 കപ്പ് പൊടി അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്, സാധാരണ നമ്മുടെ പത്തിരിപ്പൊടി. അപ്പോൾ ഈ 1 കപ്പ് പൊടിയിൽ നിന്നും ഞാനിവിടെ 2 വലിയ സ്പൂൺ പൊടി മാറ്റി വെക്കുകയാണ്. ഇതിന് പകരമായിട്ട് ആ സ്പൂണിൽ തന്നെ 2 വലിയ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മൈദയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കത് വാട്ടിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ 2 പൊടി ഞാനിവിടെ ഈ കപ്പിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഈ പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. ഞാൻ ഗോതമ്പ് പൊടി എടുക്കാത്തത് ഫോട്ടോയിൽ നല്ലൊരു ഭംഗിയുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഗോതമ്പ് പൊടി ആണെങ്കിൽ പത്തിരിയുടെ കളറിന് കുറച്ചൊരു ചേഞ്ച് വരും. ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നോക്കൂ, വെള്ളം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വെളുത്ത കളറിൽ പൊടിയൊന്നും കാണുന്നില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു അളവ് കറക്റ്റായിട്ട് അറിയാം, കാരണം നമ്മൾ ഇതിന് മുൻപും ഈ പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ പാക്കറ്റ് പൊടി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പൊടിയിലും എത്ര വെള്ളം വേണമെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കണം. കുറച്ച് നേരം ഒന്ന് തണുക്കണം. എന്നിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്, കാരണം ഇപ്പോൾ നല്ല ചൂടാണല്ലോ. ഇതൊന്ന് മൂടി വെക്കാം. ഈ വാട്ടി വെച്ച പൊടി ജസ്റ്റ് ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കൊരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോകണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് തണുത്താൽ മതി. ചൂടോട് കൂടെ കുഴച്ചെടുക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്കിത് സോഫ്റ്റായിട്ട് ഈ പൊടി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നേരം കുഴച്ചെടുക്കേണ്ടി വരും. ഇവിടെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ. ഈ പച്ചവെള്ളത്തിൽ കൈയൊന്ന് മുക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ സമയത്തൊക്കെ ചെറിയൊരു ചൂടുണ്ട്. നമ്മുടെ കൈ നന്നായിട്ട് ചൂടാകുമ്പോഴും പിന്നെ പൊടി ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോഴും വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കുക. എപ്പോഴും വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിൽ വെള്ളം അധികമായി പോകരുത് കേട്ടോ.
പിന്നെ ഇതിൽ മൈദ ഉള്ളതുകൊണ്ട് തന്നെ ഈ മാവ് പെട്ടെന്ന് സോഫ്റ്റായി വരും കേട്ടോ. ഒരുപാട് നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. അതിന് മുൻപ് തന്നെ ഇത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിത് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാണ്. ഈ പ്രസ്സിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഈ സമയത്ത് എണ്ണ ചേർക്കുന്നവരുണ്ട്. ഞാനങ്ങനെ പത്തിരി ഉണ്ടാക്കുമ്പോൾ അധികം എണ്ണ ചേർക്കാറില്ല. നമ്മൾ പത്തിരി പ്രസ് ഒന്നും ഇല്ലാതെ ഒരു ഈസി മെത്തേഡിൽ പത്തിരി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എണ്ണ പുരട്ടും. എണ്ണ മാക്സിമം പത്തിരി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എണ്ണ യൂസ് ചെയ്താൽ പത്തിരി പെട്ടെന്ന് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം എണ്ണ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്ന ഓരോ പത്തിരി അരിപ്പൊടിയിൽ 2 ഭാഗവും ഇങ്ങനെ മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇതിൻ്റെ താഴെയായിട്ട് ഒരു തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലെ പൊടിയൊക്കെ ഒന്ന് പൊട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പത്തിരി റൗണ്ട് ഷേപ്പിൽ തന്നെയാണ്, എന്നാലും നല്ലൊരു വൃത്തിയായിട്ടുള്ളൊരു ഷേപ്പിൽ കിട്ടണമെങ്കിൽ നമുക്കിതുപോലൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള പത്തിരി കിട്ടും. ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു തവ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നോക്കൂ, ചെറിയ ബബിൾസ് വരുന്നില്ലേ? ഈ സമയത്ത് നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ടാമത്തെ തിരിച്ചിടയിൽ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇതിപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ പത്തിരി ചുട്ടെടുക്കുന്നത്. നല്ല ചൂടുള്ള തവയാണ്. നല്ല ചൂടിൽ പത്തിരി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ ബബിൾസ് ഇതിന് മുകളിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ പത്തിരി പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. നോക്കൂ, ഇതുപോലെ വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഈ പൊടി കണ്ടോ കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പൊടി ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ അടുത്തിടുന്ന പത്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. എങ്ങനെയാണ് എനിക്കിത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, കാരണം അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് മൈദ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ പത്തിരി നല്ലൊരു കളർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് മൈദ എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി ആണെങ്കിലും ഇതേ സോഫ്റ്റ്നെസ് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അത് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്